നമുക്കിനി പഠിക്കാനുള്ള ടോപ്പിക്ക് പ്രൊപ്രൈറ്ററി റേഷ്യോ. Proprietary ratio establishes the relationship between shareholders or proprietors' fund and total assets. This ratio shows how much fund have been contributed by the shareholders in the total assets of the firm. Proprietary ratio is also known as equity ratio or net worth ratio. Proprietary ratio എന്ന് പറഞ്ഞാൽ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടും ടോട്ടൽ അസറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ടോട്ടൽ അസറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്, ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത ഫണ്ട് എത്രമാത്രമാണ് നമ്മൾ ഈ ടോട്ടൽ അസറ്റ്സിന്മേൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. പ്രൊപ്രൈറ്ററി റേഷ്യോയ്ക്ക് ഇക്വിറ്റി റേഷ്യോ എന്നും നെറ്റ് വർത്ത് റേഷ്യോ എന്നും പറയുന്നു. അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നതും പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. ഈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടും അതുപോലെ തന്നെ ടോട്ടൽ അസറ്റ്സും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അതിൻ്റെ റിലേഷൻഷിപ്പിനാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ പ്രൊപ്രൈറ്ററി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് ഈക്വൽ ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസസ്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, ഇതൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, ഇത്രയാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇനി എന്തെങ്കിലും ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി എക്സ്പെൻസസോ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസോ ഡിബഞ്ചേഴ്സോ അൺറൈറ്റിംഗ് കമ്മീഷൻ, അങ്ങനെ എന്തെങ്കിലും ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ടെങ്കിൽ ആ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് റിസർവിൽ നിന്ന് കുറച്ച് കാണിക്കണം. ഇത്രയും കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഇനി എന്തെങ്കിലും ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ടെങ്കിൽ അത് ഈ റിസർവിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം. അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആൻഡ് ടോട്ടൽ അസറ്റ്സ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. നമുക്കിനി ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് പ്രൊപ്രൈറ്ററി റേഷ്യോ. Equity share capital rupees 2 lakhs, preference share capital rupees 1,20,000, general reserve 60,000, profit and loss account 40,000, 7% debentures 2 lakhs, sundry creditors rupees 80,000, current assets 1,40,000, fixed assets 4 lakhs, investment 1,60,000. നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത് എന്താ? പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അല്ലേ. പ്രൊപ്രൈറ്ററി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ദെൻ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് കണ്ടുപിടിക്കണം. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൽ ഏതൊക്കെയാണ് വരുന്നത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതൊക്കെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ നോക്കുക, പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടിൽ എഴുതിയിരിക്കുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട് 2 lakhs ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കുക, 2 lakhs. ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1,20,000, ജനറൽ റിസർവ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 60,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 40,000. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 4,20,000 എന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 4,20,000 ആണ്. ഇനി ടോട്ടൽ അസറ്റ് നോക്കണം അല്ലേ. ടോട്ടൽ അസറ്റ്സിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇവിടെ നോക്കുക, ടോട്ടൽ അസറ്റിൽ വരും കറണ്ട് അസറ്റ് വരും, ഫിക്സ്ഡ് അസറ്റ് വരും, ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഇതൊക്കെയാണ് ടോട്ടൽ അസറ്റിൽ വരുന്നത്. കറണ്ട് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ്, ഫിക്സ്ഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 7 lakhs കിട്ടി. then ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. എന്താ? പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് ഈക്വൽ ടു അല്ലേ, പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താ? പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. അപ്പം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 4,20,000 ഡിവൈഡ് ബൈ എത്രയാണ്? 7 lakhs. ദാറ്റ് ഈസ് 0.16 വരും. 0.6 വരും. ആൻസർ കിട്ടുന്നത് 0.6 ആണ്. 4,20,000 ഡിവൈഡ് ബൈ 7 ലക്ഷം ചെയ്ത് നമുക്ക് 0.6 കിട്ടും. അപ്പോൾ നമ്മൾ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? 1 കൂടെ ചേർക്കണം.
അപ്പോൾ എന്തായിരിക്കും 0.6 എന്ന് പറഞ്ഞാൽ മുകളിൽ വരുന്ന ഐറ്റം അല്ലേ, മുകളിൽ വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 0.6 ആണ്. ദെൻ 7 lakhs എന്ന് പറയുന്നത് എന്താ, ടോട്ടൽ അസറ്റ്സ് 1 ആയിരിക്കും. എന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 0.6, ദെൻ ടോട്ടൽ അസറ്റ് 1. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.